നമസ്കാരം. സ്വിറ്റ്സർലൻഡിൽ നടന്ന ഇറാൻ സമാധാന ചർച്ചകൾക്കിടെ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിനെ ഖത്തർ പ്രധാനമന്ത്രി പരസ്യമായി അവഗണിച്ചോ എന്ന ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ചർച്ചകൾ നടന്ന ബർഗസ്റ്റോക്ക് റിസോർട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിനെ പൂർണ്ണമായി മറികടന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായത്. വൈറലായ വീഡിയോയിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് പാകിസ്ഥാൻ പ്രതിനിധി സംഘങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നെത്തുന്നതും പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിന് കൈകൊടുക്കുന്നതും വ്യക്തമായി കാണാം. എന്നാൽ ഷെരീഫിന്റെ തൊട്ടടുത്തു തന്നെ നിന്നിരുന്ന ജെ.ഡി. വാൻസിനെ കണ്ട ഭാവം നടിക്കാതെയാണ് ഖത്തർ പ്രധാനമന്ത്രി പെരുമാറിയത്. ഷഹ്ബാസ് ഷെരീഫിനോടും ഒപ്പമുണ്ടായിരുന്ന പാക് സൈനിക മേധാവി അസീം മുനീറിനോടും അതീവ സൗഹൃദത്തോടെ പെരുമാറിയ ഖത്തർ പ്രധാനമന്ത്രി വാൻസിനെ പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു. ഇതിനു പുറമെ ചർച്ചയ്ക്കെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയും ജെ.ഡി. വാൻസിനെ ശ്രദ്ധിക്കാതെ ഷഹ്ബാസ് ഷെരീഫിനെ മാത്രം ഹസ്തദാനം നൽകി കടന്നുപോയി. ലോകത്തെ ഏറ്റവും ശക്തമായ സൂപ്പർ പവറിനെ വൈസ് പ്രസിഡന്റിനെ പ്രമുഖ നേതാക്കൾ ബോധപൂർവം അവഗണിച്ചതാണെന്ന് മാധ്യമങ്ങളിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ വിവാദത്തോട് ഖത്തർ ഔദ്യോഗിക വൃത്തങ്ങൾ ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ അമേരിക്കൻ ഔദ്യോഗിക വൃത്തങ്ങൾ ഈ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തത്. വിവാദമായ ഈ മീറ്റിംഗിന് തൊട്ടു മുൻപ് തന്നെ പ്രതിനിധികൾ മണിക്കൂറുകളോളം ഖത്തർ പ്രതിനിധികളുമായി ചർച്ച നടത്തിക്കഴിഞ്ഞിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ക്യാമറകൾക്ക് മുന്നിൽ വീണ്ടും ഒരു ഔപചാരികമായ ഹസ്തദാനത്തിന്റെയോ സ്വീകരണത്തിന്റെയോ ആവശ്യമില്ലായിരുന്നു എന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. കൂടാതെ വിവാദത്തിനിടയാക്കിയ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഖത്തർ പ്രധാനമന്ത്രി ജെ.ഡി. വാൻസിനൊപ്പം ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തുന്ന ചിത്രം തന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പങ്കുവച്ചിട്ടുണ്ടെന്ന കാര്യവും അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നു. ഈ സംഭവത്തെ തണുപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും മുന്നിൽ ദൃശ്യമായത് വൈസ് പ്രസിഡന്റിനോട് കൃത്യമായ അകലം പാലിക്കുന്ന ഖത്തർ നേതൃത്വത്തെ തന്നെയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുരക്ഷാ പങ്കാളിയായിരുന്ന ഖത്തർ സമീപകാലത്ത് മേഖലയിലുണ്ടായ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലും നയതന്ത്ര വിഷയങ്ങളിലും സ്വീകരിച്ച പുതിയ രാഷ്ട്രീയ നിലപാടുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ വൈറൽ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്.